ഹായ് ഫ്രണ്ട്സ്, വെരി മോർണിംഗ് ടു യു. എൻ്റെ പേര് ദീപക് എന്നാണ്, ദീപക് പടിയത്ത്. ഇന്ന് SAPനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. എസ്പെഷ്യലി SAP ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. SAP എന്താണ്, അത് എവിടെ പഠിക്കണം, ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, പഠിച്ചാൽ ജോലി കിട്ടുമോ എന്നൊക്കെ ഒരുപാട് ക്വയറീസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ബേസിക് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എൻ്റെ പേര് ദീപക് എന്നാണ്, പറഞ്ഞല്ലോ, ദീപക് പടിയത്ത്. കോഴിക്കോട് സ്വദേശിയാണ്. GTECൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. അതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഞാൻ. കഴിഞ്ഞൊരു 12 വർഷമായിട്ട് ഞാൻ GTECൻ്റെ കൂടെയാണ്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എനിക്ക് തോന്നിയിട്ടുള്ളത് SAP ആയിട്ട് അടുത്ത് ഇടപെടാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഈ വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ SAPയുടെ അവരുടെ ഒരു വേർഷനും GTECൻ്റെ ഒരു വേർഷനും ഏകദേശം 16,000 സ്റ്റുഡൻസ് നമ്മൾ GTECൽ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അവരുടെയൊക്കെ എക്സ്പീരിയൻസ് വെച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കുറച്ച് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, എന്താണ് SAP? അതിനെക്കുറിച്ച് പലർക്കും അറിയില്ല. SAP എന്നാണ് പറയുക, ശരിയാണ്. ഒരു നോർമൽ ആളുകളുടെ വേർഷൻ SAP ആണ്. അത് അവിടെ തന്നെ കറക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. SAP എന്ന് നോർമലി അത് പറയാറില്ല. SAP ഒരു ജർമ്മൻ സോഫ്റ്റ്വെയർ ആണ്. SAP ജർമ്മൻ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ ജർമ്മൻ ഭാഷയിൽ SAP എന്ന് പറഞ്ഞാൽ പന്നിയുടെ തൊലി എന്നാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ വിളിക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ദേ ഡോണ്ട് കോൾ ദെംസെൽവ്സ് ആസ് SAP എന്ന് മാത്രമാണ്. മുമ്പ് അതിന് വേറൊരു ഫുൾ ഫോം ഉണ്ടായിരുന്നു, സിസ്റ്റം അനാലിസിസ് ആൻഡ് പ്രോസസ്സസ് ഇൻ ബിസിനസ് എന്നോ അങ്ങനെ എന്തോ ഒരു പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ദേ ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർ ദെയർ ഫുൾ ഫോം. അങ്ങനത്തെ ഒരു എക്കണോമി നമുക്ക് ഇല്ല എന്നാണ് അവർ പറയുന്നത്. സോ SAP ഈസ് ജസ്റ്റ് SAP. നമ്മളെ അവർ പറഞ്ഞിട്ടില്ലേ, മധു, അത്രയേ ഉള്ളൂ, അതുപോലെ പറയുന്ന ഒരു സംഭവമാണ്. സോ രണ്ടാമത്തെ കാര്യം, എന്താണ് SAP സോഫ്റ്റ്വെയർ? നോർമലി എല്ലാവരും ടാലി ആയിട്ടാണ് SAPനെ കമ്പയർ ചെയ്യാറുള്ളത്. SAP എന്ന് പറഞ്ഞൊരു ഒരു ERP സോഫ്റ്റ്വെയർ. ERP എന്ന് പറഞ്ഞാൽ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. അതായത് ഒരു സ്ഥാപനത്തിലെ ടോട്ടൽ ആയിട്ടുള്ള, ഇതിൻ്റെ മകളാണ്, വൈഗ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഓക്കെ, എൻ്റെ കൂടെ നിൽക്കണമെന്ന് നിർബന്ധം പിടിച്ചതിനെ കൂടെ നിർത്തിയതാണ്. ഓക്കെ, നല്ലതല്ലേ കുട്ടികൾ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അവിടെ നിന്ന്. ഓക്കെ, SAP ഒരു ERP സോഫ്റ്റ്വെയർ. ERP എന്ന് പറഞ്ഞാൽ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. ഒരു സ്ഥാപനത്തിലെ ടോട്ടൽ ആക്ടിവിറ്റീസും ഒരു സിംഗിൾ സോഫ്റ്റ്വെയർ നമ്മൾ മാനേജ് ചെയ്യണം. യു ക്യാൻ കോൾ ആസ് എൻ ERP സോഫ്റ്റ്വെയർ. എന്താണ് അക്കൗണ്ടിങ്ങും ERP എന്നുള്ള ഡിഫറൻസ്? അക്കൗണ്ടിങ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടാലി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നോർമലി ഒരു സ്ഥാപനത്തിലെ അക്കൗണ്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഫിനാൻഷ്യൽ സാമ്പത്തിക ഇടപാടുകളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനും അതുമായിട്ട് ബന്ധപ്പെട്ട് മാനേജ്മെൻറ്റ് പല റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. വാട്ട് അബൌട്ട് അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ലൈക്ക് HR ഉണ്ട്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, മാനുഫാക്ചറിങ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ചേർന്നാണ് ഒരു സ്ഥാപനം. അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസ് ഒരു സിംഗിൾ സോഫ്റ്റ്വെയർ വെച്ച് മാനേജ് ചെയ്യാണ് വി കോൾഡ് ERP. അങ്ങനെ ലോകത്തിലെ നമ്പർ 1 ERP സൊല്യൂഷനാണ് SAP എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ SAP ആര് പഠിക്കണം എന്നുള്ള ചോദ്യം നോർമലി ആൾക്കാർ ചോദിക്കാറുണ്ട്. SAP ആർക്കും പഠിക്കാമെന്നതാണ് ആൻസർ. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിക്കോട്ടെ, അതല്ല ഒരു ബിസിനസ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, അതല്ല ഇനി നോർമൽ ഒരു ഡാറ്റ എൻട്രി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വരെ SAP പഠിക്കാനുള്ള ഓപ്ഷൻസ് അതിനകത്തുണ്ട്. കാരണം ഒരു സ്ഥാപനത്തിൽ എല്ലാ തരത്തിലുള്ള ജോലികളും ഉണ്ടാവും. എല്ലാ തരത്തിലുള്ള ജോലികളിലേക്കും SAPക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, വൈ ഷുഡ് യു ചൂസ് SAP എന്നുള്ളതാണ് അടുത്ത ചോദ്യം. വേറെ ഒന്നുകൊണ്ടല്ല, മോസ്റ്റ് സസ്റ്റൈനബിൾ ഡോ ജോൺസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട്, സസ്റ്റൈനബിലിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡെക്സ് ഉണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ നിലനിൽക്കാൻ സാധ്യതയുള്ള കമ്പനികൾ എന്ന് പറയുന്നത് ഒരുവിധം എല്ലാ ബിസിനസ് അൺസർട്ടനിറ്റീസിനെയും കവറപ്പ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ ഹൈഫൈ ഓർഗനൈസേഷൻസും മെജോറിറ്റി ആൾക്കാർ യൂസ് ചെയ്യുന്നത് SAP ആണ്. കൂടാതെ സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ, നമ്മൾ കേരള ഗവൺമെൻറ് ആയിക്കോട്ടെ, അതല്ല യു ടേക്ക് എനി ഗവൺമെൻറ്റ്സ്, അല്ലെങ്കിൽ ഏത് നാട്ടിൽ പോലും അറ്റ്ലീസ്റ്റ് 62 ടു അറൗണ്ട് 70%, 62 മുതൽ 70% വരെ ഏത് ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാലും ടോപ്പ് പെർഫോമേഴ്സ് മുഴുവനും SAP ആയിരിക്കും. അതായത് ഹയർ എൻഡ് സാലറി കിട്ടാൻ വേണ്ടിയിട്ട് SAP ഒരു ഹെൽപ്പ് ആവുമെന്ന് മാത്രം. ഇതൊന്നും SAPയിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ. പറഞ്ഞു വരുന്നത് അതിൻ്റെ ഒരു സ്കോപ്പാണ്. പല മിഡിൽ ക്ലാസ് ഫാമിലീസും SAP ഒക്കെ വലിയ ആൾക്കാർക്കാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. നമ്മളെ കുട്ടികൾക്കും ചെയ്യാനുള്ള ഒരു കോഴ്സാണ് SAP. യു കൻ ഈസിലി ഡു ഇറ്റ്. ചെറിയ എക്സ്പെൻസിൽ ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഒബ്ജക്റ്റീവ്. ഇനി നോർമലി ആൾക്കാർ ചോദിക്കാറുള്ളതാണ് SAP R3 B1 എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് ആൾക്കാർ ചോദിക്കാറുണ്ട്. എന്താണ് R3 B1? SAP ഒരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഏകദേശം 4.7 ലക്ഷം എംപ്ലോയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ്
ഇവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ടുള്ളത്. കൂടാതെ ഇതിൽ വലിയ ഓർഗനൈസേഷൻസ്, ഫോർ എക്സാമ്പിൾ 1000 എംപ്ലോയീസിന് മുകളിലുള്ള ഓർഗനൈസേഷൻസ് നോർമലി എടുക്കാറുള്ള SAPന്റെ R3 എന്ന ആ ഗണത്തിൽപ്പെടുന്ന സോഫ്റ്റ്വെയർ ആണ്. അതല്ല ചെറിയ ചെറിയ കമ്പനീസ്, ഫോർ എക്സാമ്പിൾ 100 അല്ലെങ്കിൽ 100 കുറവ് എംപ്ലോയീസ് ഉള്ള സ്ഥാപനങ്ങൾ നോർമലി യൂസ് ചെയ്യുക SAPയുടെ ബിസിനസ് വേർഷനാണ്, B1 എന്ന് പറഞ്ഞ വേർഷൻസാണ് ഉപയോഗപ്പെടുത്തുന്നുണ്ടാവുക. സെയിം നേരത്തെ പറഞ്ഞായിരുന്നു SAP ഒരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആണെന്നുള്ളത്. അതിൻ്റെ റീച്ചർ ആണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ 74% ജനതനെ ഒരു SMS കണക്ട് ചെയ്യണമെങ്കിൽ അതിന് പോസിബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, ലോകത്തിലെ ഒരു പ്ലാറ്റ്ഫോം SAP ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലും വലിയൊരു ക്രെഡിബിലിറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ വരുന്നത് മൊഡ്യൂൾസ് ആണ്. SAP ഒരുപാട് മൊഡ്യൂൾസ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ അവിടുത്തെ ഫിനാൻസിലാണെങ്കിൽ നമുക്ക് ഫിനാൻസ് ബന്ധപ്പെട്ടുള്ള FICO എന്ന് പറഞ്ഞ മൊഡ്യൂളുണ്ട്. അതല്ല ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ആണ് HCM എന്ന് പറഞ്ഞ മൊഡ്യൂളുണ്ട്. അതല്ല ഈ സോഫ്റ്റ്വെയറുകൾ തന്നെ ഫോർ എക്സാമ്പിൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ചെയ്യാൻ SCM ഉണ്ട്. അതല്ല മെറ്റീരിയൽ മാനേജ്മെൻറ്റ് പ്രൊക്യൂർമെൻ്റ് ആണ്, അതുണ്ട്. പ്ലാന്റ് മെയിൻ്റനൻസ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട്. SDP, MM, FICO എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്ന എല്ലാ മൊഡ്യൂൾസും ഇതിനകത്ത് വരുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ഏകദേശം നോക്കുകയാണെങ്കിൽ 30ഓളം മൊഡ്യൂൾസ് അതിനകത്ത് അവൈലബിൾ ആണ്. ഈ 30ഓളം മൊഡ്യൂൾസിനകത്ത് തന്നെ പല തരത്തിലുള്ള കോഴ്സുകളും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഒരു +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥിയാണ്, അയാൾക്ക് SAP എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക പേഴ്സണലി എൻഡ് യൂസർ എന്ന് പറഞ്ഞ പ്രോഗ്രാം, KA പ്രോഗ്രാം, ചെറിയ കോസ്റ്റിന് ചെയ്യാവുന്ന ഒരു പ്രോഗ്രാമാണ്. അത് ഈ റീസെൻറ്റ് ടൈമായിട്ട് അത് ഒബ്സൊല്യൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിന് അവൈലബിൾ അല്ല എന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ അടുത്ത ലെവൽ പവർ യൂസർ എന്ന് പറഞ്ഞ ലെവലാണ്. പവർ യൂസർ എന്ന് പറഞ്ഞാൽ മാനേജർ ലെവലിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് ഒരുപാട് പഠിക്കുന്നതാണ്. അതെല്ലാത്തിലും ഉണ്ട് പവർ യൂസർ കേട്ടോ. ഫോർ എക്സാമ്പിൾ FICOൻ്റെ അകത്തുണ്ട് SDP, MM, അല്ലെങ്കിൽ ABAP, അല്ലെങ്കിൽ അരീബ, എല്ലാ സോഫ്റ്റ്വെയറിൻ്റെ അകത്തും ഇതേപോലെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന രണ്ടാമത്തെ ഓപ്ഷനാണ് പവർ യൂസർ. നോർമലി ഫ്രഷേഴ്സ് അത് ചെയ്താൽ മതി. ഗ്രാജുവേഷനൊക്കെ ഉള്ള ആൾക്കാർ അത് ചെയ്യുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. ഒരു ഫ്രഷേഴ്സ് ആണെങ്കിൽ, എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ ദാറ്റ് വുഡ് ബി ദ ബെസ്റ്റ് ഓപ്ഷൻ. അതല്ല, ഇഫ് യു ആർ ഗ്രാജുവേറ്റ്, നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 1 to 2 years എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ യു കുഡ് ലുക്ക് ടു ബിക്കം എ കൺസൾട്ടൻറ്റ്. കൺസൾട്ടൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു വലിയ സ്ഥാപനം ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. കൺസൾട്ടൻ്റെ ജോലി, SAP ഒരു ബിഗ് സൈസ് സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ഫ്രീ സൈസ് ആയിട്ടുള്ള ഡ്രസ്സ് എടുക്കില്ലേ, അപ്പോൾ ഫ്രീ സൈസ് ഡ്രസ്സിനെ പ്രത്യേകത അത് എല്ലാവർക്കും ഒരു സിംഗിൾ സാധനമാണ് തരിക. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മളത് വാങ്ങി നമ്മളെ സൈസിന് ടൈലർ ചെയ്യും, നമ്മുടെ സൈസിന് ഫിറ്റ് ചെയ്യും. ഇതേപോലെ SAP സോഫ്റ്റ്വെയറുകൾ ഓരോ സ്ഥാപനത്തിനനുസരിച്ച് ഫിറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് വേണ്ട ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുക, വേണ്ടാത്ത ഭാഗങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു കൺസൾട്ടൻ്റെ റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് തന്നെ കൺസൾട്ടൻ്റ് എപ്പോഴും ആ ഡൊമൈനിൻ്റെ എക്സ്പേർട്ട് ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു PG ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ എങ്കിലും വേണം. അറ്റ്ലീസ്റ്റ് 2 to 3 years എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കൺസൾട്ടൻ്റ് എടുത്താൽ കൂടുതൽ സാധ്യതയുള്ളൂ. ഇവരൊക്കെ റെമ്യൂണറേഷൻ ടൂ മച്ച് ആണ്, ആക്ച്വലി ഹ്യൂജ് റെമ്യൂണറേഷൻ ആണ് ഇവർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റ കാര്യമുള്ള അവർ എക്സ്പേർട്സ് ആയിരിക്കണം ആ ഡൊമൈനിൽ എന്നുള്ളതാണ്. അതെല്ലാം ഫ്രഷേഴ്സ് ആണെങ്കിൽ പവർ യൂസർ ഇസ് മോർ ദാൻ എനഫ്. ഇങ്ങനെ 3 ഓപ്ഷൻസ് ആണ് ഇതിനുള്ള. കൺസൾട്ടൻ്റ് പറഞ്ഞല്ലോ, എൻഡ് യൂസർ, പവർ യൂസർ, അതായത് എൻഡ് യൂസർ എന്ന് പറഞ്ഞാൽ നോർമൽ എക്സിക്യൂട്ടീവ്, അത് കഴിഞ്ഞ് സൂപ്പർവൈസറിന് വേണ്ടി പവർ യൂസർ, അത് കഴിഞ്ഞിട്ട് മാനേജർ ലെവലിലെ കൺസൾട്ടൻ്റ് ലെവലിലോ കൺസൾട്ടൻ്റ്, അങ്ങനെ 3 ലെവൽ പ്രോഗ്രാംസ് ആണ് ഉള്ളത്. ഇതിനി എവിടെ പഠിക്കണം എന്നുള്ളതാണ്. ഒബ്വിയസ്ലി തിരഞ്ഞെടുക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക, നിങ്ങൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ജെന്യുവൻ ആണെന്നുള്ളത്. കാരണം നിങ്ങൾ കിട്ടിയിട്ടുള്ള കയ്യിൽ കിട്ടിയ സർട്ടിഫിക്കേഷൻ നോർമലി എന്തായിരിക്കും, SAP സർട്ടിഫിക്കേഷൻ ആയിരിക്കും. SAP സ്ഥാപനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒക്കെ ഹൈഫൈ ഓർഗനൈസേഷൻസ് ആയിരിക്കും. അവർക്ക് മുഴുവനും അവരുടെ സർട്ടിഫിക്കറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എനേബിൾഡ് ആയിരിക്കണം. അതായത് ഈ സർട്ടിഫിക്കറ്റ് SAPക്ക് അയച്ചു കൊടുത്തത് ജെന്യുവൻ ആണ് എന്ന് അവർ മെൻഷൻ ചെയ്യുന്ന തരത്തിലേക്കുള്ള സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് നിങ്ങളുടെ പൈസ ലൂസ് ചെയ്യും. പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. GTECൽ വേണമെന്നെങ്കിൽ ചെയ്യാം. ഒരു ഓപ്ഷൻ GTEC ആണ്. ഇതേപോലെ 2-3 സ്ഥാപനങ്ങൾ ഞാൻ കേരളത്തിൽ കണ്ടിട്ടുണ്ട് SAPയുടെ കോഴ്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലും എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ് SAPയുടെ ഡയറക്റ്റ് പാർട്ട്ണറാണോ എന്ന് ചെക്ക് ചെയ്യുക. 2, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് അന്വേഷിക്കുക. 3, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് SAPയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ മമ്മൂട്ടി എൻ്റെ ഫ്രണ്ടാണെന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം അത് എനിക്ക് എപ്പോൾ വേണമെങ്കിലും പറയാമല്ലോ മമ്മൂട്ടീൻ്റെ ഫ്രണ്ടാണ്. പക്ഷേ മമ്മൂട്ടീൻ്റെ പേജിൽ എൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ അദ്ദേഹം എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ട് നോർമലി നാട്ടുകാർ ഞാനും നിങ്ങളും അടക്കമുള്ള എല്ലാവരും അംഗീകരിക്കുള്ളൂ. ശരി, അതുപോലെ തന്നെ ഏത് സ്ഥാപനം SAPയുടെ ജെന്യുവൻ പാർട്ട്ണറാണെന്ന് പറഞ്ഞാലും ശരി, പ്ലീസ് ഡു ഗിവ് എ ലുക്ക് ഇൻ ടു SAP വെബ്സൈറ്റ്. SAP വെബ്സൈറ്റിൽ എവിടെയെങ്കിലും ആ സ്ഥാപനത്തെക്കുറിച്ചൊരു മെൻഷൻ ഉണ്ടെന്ന് എൻഷുർ ചെയ്യുക. 2 സർട്ടിഫിക്കറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടല്ല ഒരുപാട് കുട്ടികൾ ചതിക്കപ്പെടാറുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എസ്പെഷ്യലി SAPയുടെ ഏറ്റവും റീസെൻ്റായിട്ടൊരു പുതിയ സ്ഥലം വന്നിട്ട് SAP ലേണിംഗ് ഹബ് എന്ന് പറഞ്ഞിട്ട് SAPയുടെ ഏകദേശം 150-150 പ്രോഗ്രാംസ് ഒരു സിംഗിൾ യൂസറിൽ പഠിക്കാനുള്ള ഓപ്ഷൻ SAP ലേണിംഗ് ഹബ്. അതിൻ്റെ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓൺലൈനായിട്ട് പഠിക്കാനുള്ള ഒരു ഫെസിലിറ്റിയാണ്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, എസ്പെഷ്യലി ഗ്ലോബൽ സർട്ടിഫിക്കേഷനെ കുറിച്ചും അതെങ്ങനെ നേടാം, ഏറ്റവും ചുരുങ്ങിയ കോസ്റ്റിൽ എങ്ങനെ ചെയ്യാമെന്നൊക്കെ പറയാനുള്ള ഓപ്ഷൻസ് ആണ്.
ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. പ്ലീസ് ഡു കമൻറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് SAP ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അടുത്തൊരു സെഷനിൽ ഞാൻ കൂടുതൽ മൊഡ്യൂൾസിനെ കുറിച്ച് സംസാരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഏത് കോഴ്സ് പഠിക്കുന്നതായിരിക്കും നല്ലത്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾ ഏത് പഠിക്കുന്നതായിരിക്കും നന്നായിരിക്കുക എന്നുള്ള തരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. SAP ലേണിംഗ് ഹബിനെ കുറിച്ച് കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 3 നോർമലി കോഴ്സിൻ്റെ ഒരു ഫീസ്, ഇൻട്രാൻസ് സർട്ടിഫിക്കേഷൻ, ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ ഫീസ്, ഈ 3 കാര്യങ്ങളാണ് അടുത്തൊരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ വേർഷനിൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ നമ്പർ ഇതിലേക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നോർമലി ഓഫീസ് ടൈം വിളിച്ചാൽ തന്നെ കിട്ടില്ല. ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് എൻ്റെ പേഴ്സണൽ നമ്പറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, അതിൽ വിളിച്ചാൽ മതി. ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്, ഹാപ്പിയാണ്. ഓൾ ദി വെരി ബെസ്റ്റ് യു ആൻഡ് ടേക്ക് കെയർ. ബൈ.